ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ചാമോഹി കോമയിൽ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവൾ ഒട്ടും വിചാരിക്കാത്ത പോലെ അവളൊരു ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റി ആയിട്ട് മാറും. പക്ഷെ ഇവളിങ്ങനെ ഫേമസ് ആന് മുമ്പേ തന്നെ ജോഹിൻ തിരിച്ച് അവന്റെ നാട്ടിലേക്ക് വരുമ്പം അവൻ ഇവളുടെ പ്രൊഫൈലൊക്കെ നോക്കിയിട്ട് ഇവൻ അറിയാതെ ഇവനുള്ള ഫോട്ടോയൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്താന്ന് പറഞ്ഞ് അവൻ അവളുടെ പേജൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവൾക്ക് കൊടുത്ത വാക്കനുസരിച്ച് അവളുടെ അക്കൗണ്ടാണ് ഇവൻ ഫോളോ ചെയ്ത ഉടനെ കറക്റ്റ് 10,000 ഫോളോവേഴ്സ് ആകും. അങ്ങനെ അത് കണ്ട് അവനെ സന്തോഷത്തി ഞാനാണ് നിനക്ക് 10K ആക്കി തന്നെന്ന് പറഞ്ഞ് അവനും കുറച്ച് ഷോയെ കാണിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അവൻ അവൾക്ക് മെസ്സേജ് ഇവളന്ന് അങ്ങനെ ഒറ്റയ്ക്കാക്കിട്ട് പോയതിന് സോറി പറഞ്ഞിട്ട് ഇവളിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഫിലിം തീർച്ചയായിട്ടും വമ്പ ഹിറ്റാന്ന് പറഞ്ഞ് ഇവൾ ആഘോഷിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ അവൻ അങ്ങനെ മെസ്സേജ് ആ സെക്കൻഡിലാണ് അവൾ ആ ഷൂട്ടിങ്ങിന്റെ അവിടെ ബിൽഡിങ്ങിൽ നിന്ന് തറയിൽ നിന്ന് കോമയിലേക്ക് വന്ന്. അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്കിന് ശേഷം ഇപ്പൊ ചാമുഹ്യ അഭിനയിച്ച ഡോറാമി എന്ന് പറഞ്ഞ ക്യാരക്ടർ വമ്പ ഫേമസ് ആയി. ഇവൾ ആ സിനിമയ്ക്കകത്തിരുന്ന ഡാൻസ് സ്റ്റെപ്പൊക്കെ എല്ലാവരും റീൽസ് ഇട്ട് മൊത്തത്തിൽ വൈറലായിക്കൊണ്ടിരിക്കും. അങ്ങനെ ലോകം മൊത്തം ഇവൾക്ക് ഫാൻസായി. വിദേശത്തിരുന്നൊക്കെ ഇവളെ TV ഷോനൊക്കെ വിളിക്കും. അങ്ങനെ അതുകൊണ്ട് അവൾ കിട്ടുന്ന ചാൻസ് ഒക്കെ യൂസ് ചെയ്ത് അതിൽ ഓരോന്നൊക്കെ ഇവൾ ചെന്ന് പങ്കെടുക്കുമ്പം ഇവളുടെ മാനേജറിനോട് അവളെ കൊണ്ട് ഇങ്ങനത്തെ റിച്ച് ആയിട്ട് ജീവിതമൊന്നും ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറയും. അങ്ങനെ പെട്ടെന്ന് വില കൂടിയ സാധനങ്ങൾ ഇവളെ പിട്ടുകൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞ് അവനോട് ആ കാര്യമൊക്കെ പറയുമ്പം അവനാണ് ഇതൊക്കെ ഒരു ശീലമാക്കി എടുത്താല് നിങ്ങൾക്ക് വിലയുള്ളെന്ന് പറഞ്ഞ് അവന് കുറെ അഡ്വൈസ് ഒക്കെ ചെയ്യുമ്പം ഇവളാണ് ഇപ്പോഴും സത്യത്തിൽ ഇവള് ഫേമസ് ആയോ അല്ല കോമയെ കടന്ന് സ്വപ്നം കാണണമെന്ന് ചോദിക്കും. കാരണം ഇത് സ്വർഗത്തിന് പോലെ ഉള്ളതെന്ന് പറഞ്ഞ് അവള് സന്തോഷി തുള്ളിച്ചാടിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവള് പറഞ്ഞിട്ട് അവനും എന്തായാലും ഇത് സ്വപ്നമൊന്നല്ല, ഇത് റിയലാ, ഇവള് തന്നെ ഇപ്പോ ഒരു ഫേമസ് ആയിട്ടുള്ള സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറിയെന്ന് പറഞ്ഞ് ഇവളിനി പൈസയെ കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറയും. അതിനേശം അവനും ഫാൻസിന് വേണ്ടി ഒരു പോസ്റ്റ് ഇടാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പം ഇവളാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പം അവളുടെ ഫോളോവേഴ്സ് ഇപ്പോൾ 10 മില്യൺ ആയിട്ട് മാറും. അങ്ങനെ അത് കണ്ട് അവള് തന്നെ ഷോക്കായി. ഈ ചെറിയ ഗ്യാപ്പിൽ തന്നെ ഇത്രയും ഫോളോവേഴ്സ് ആയെന്ന് പറഞ്ഞ് അവൾ ആ 10,000 ആകാൻ വേണ്ടി കാത്തിരുന്നേക്ക് ഇപ്പൊ ആലോചിച്ച് പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഒരു സെക്കൻഡ് ഇവളുടെ കൺമുമ്പിൽ ഇവൾ ആക്ട് ചെയ്ത ഡോറാമി ക്യാരക്ടർ വന്നു പോകുമ്പം ഇവളത് കണ്ട് പേടിച്ചു പോകും. എന്നിട്ട് ഇവിടെ ഹോജിനും തിരിച്ചവന്റെ വീട്ടിലേക്ക് വരുമ്പം മറ്റേ നോവലിസ്റ്റ് ആയിട്ടുള്ള മിസ്റ്റർ കിം ആണ് അവന്റെ വീട്ടിൽ കുറെ ഗസ്റ്റിനൊക്കെ വിളിച്ചോണ്ടെന്ന് അവിടുത്തെ പുസ്തകങ്ങളെ കാണിച്ചോണ്ടിരിക്കും. ഇത് കണ്ട് അവനും അങ്ങേരെ വിളിച്ചോണ്ട് ഒറ്റയ്ക്ക് പോയിട്ട് ഇവൻ ഇല്ലാത്ത സമയത്ത് ഇതൊരു ഗസ്റ്റ് ഹൗസ് ആക്കി മാറ്റുകയും ചോദിക്കുമ്പോൾ അയാളാണ് ഇവൻ വിദേശത്തൊക്കെ പോയിട്ട് വല്ലപ്പോഴല്ലേ വരത്തുള്ളൂ, ആ സമയത്ത് ഗസ്റ്റിനെ വിളിച്ചോണ്ടെന്ന് എന്തോ തെറ്റും ചോദിക്കും. അപ്പോഴാണ് അവനും അവന്റെ വീട്ടിൽ ഇങ്ങനെ വിളിച്ചോണ്ടിരുന്ന അവന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിലെ ബുക്സ് കാരണം അവൻ ഈ വീട് പോലും ഇപ്പൊ വിൽക്കാൻ പറ്റുന്നില്ലെന്ന് പറയും. അതുകൊണ്ട് അവന്റെ അമ്മയെ വിളിച്ച് ഈ ബുക്സ് കൊണ്ടുപോകാൻ വേണ്ടി ഒന്ന് പറയാവോന്ന് അവൻ ചോദിക്കുമ്പോൾ അങ്ങേരാണ് ഇവന്റെ അമ്മ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് വരുവാണ് അപ്പൊ നോക്കാന്ന് പറഞ്ഞ് ഇവനാക്കി സംസാരിക്കും. അതിനേശം അടുത്തേക്ക് വന്നിട്ട് ചിലപ്പോൾ ഇവന്റെ എല്ലാം കല്യാണം നടക്കുവാണ്, മിക്കവാറും ഇവന്റെ അമ്മ വരും എന്ന് പറയുമ്പം അവനും പെട്ടെന്ന് പേടിച്ചിട്ട് അതിനുവേണ്ടി പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് വേറൊരു ഐഡിയയും കിട്ടിയില്ലേന്ന് ചോദിക്കും. അപ്പോഴാണ് അങ്ങേരും ഇവൻ വല്ല ഫേമസ് ആയിട്ടുള്ള ഡൊറാമ ആക്ടേഴ്സിനെ പ്രണയിക്കുവാണെന്ന് പറഞ്ഞ് അവൾ ഇട്ടേക്കുന്ന പോസ്റ്റ് എടുത്ത് കാണിക്കും. അങ്ങനെ ഫേസ് കാണാൻ പറ്റുന്നില്ലെങ്കിലും കണ്ടിട്ട് ഇവനെ പോലെയാ തോന്നിയെന്ന് പറഞ്ഞ് ഇത് ഇവനെല്ലാം ചോദിക്കുമ്പം അവൻ ഇവർ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞ് ആ ഫോട്ടോ എടുത്ത് മാറ്റാൻ വേണ്ടി പറയും. അതിനേശം അവനും അവന്റെ ഒരു കൂട്ടുകാരനോട് ആ പോസ്റ്റ് കാണിച്ചിട്ട് ഇത് ഇവനെ പോലെ തോന്നുന്നുണ്ടോന്ന് ചോദിക്കുമ്പം അവനെ നോക്കി കണ്ടിട്ട് ഇവനെ പോലെ തോന്നുന്നത്, പക്ഷെ ഇവൻ അറിഞ്ഞവർക്ക് മാത്രമേ ഇത് കറക്റ്റായിട്ട് ഗസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. അപ്പോഴാണ് അവനും എന്നാലും എന്നെ അറിഞ്ഞവർക്ക് ഇത് ഞാനെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ എന്നിന് അവനും ഇവനെ വീണ്ടും ആര് കളിയാക്കാതിരിക്കാൻ വേണ്ടി അവൻ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കും. അങ്ങനെ അതിനേശോടെ ചാമൂഹിയും കുറെ ഈവൻസിനൊക്കെ ചെന്ന് അവൾ ഫുള്ള് ബിസി ആയിരിക്കും. അപ്പോഴാണ് ഇവൾക്ക് ഒരു ഇംഗ്ലീഷ് ഇന്റർവ്യൂ വരുന്നത്. പക്ഷെ ഇവൾക്കാണ് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് അവളെങ്ങനെ മനസ്സിലാക്കി എടുക്കുമെന്ന് പറഞ്ഞ് അവിടുത്തെ സ്റ്റാഫിനോട് ചോദിക്കുമ്പം അവരാണ് അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവളുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരാളിനെ ജോലിക്ക് എടുത്തേക്കെന്ന് പറയും. അതിനേശം ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് അവര് പറയുന്ന ഇവൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുമ്പോഴാണ് ആ ശബ്ദം കേട്ട് ഇവള് പെടുന്ന ഷോക്കായി അതാരാന്ന് പുറമോട് തിരിഞ്ഞു നോക്കും. അപ്പോഴാണ് അവിടെ വന്നേക്കുന്ന ഹോജിനായിരിക്കും. അതുകൊണ്ട് അവൾക്ക് മൊത്തത്തിൽ സന്തോഷമാകും. എന്നിട്ട് അവനും ഇവൾക്കൊരു കുഴപ്പമില്ലാതെ ഇപ്പൊ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാലോ എന്നറിഞ്ഞ് അവർ ചോദിക്കുന്ന കാര്യം പറഞ്ഞു കൊടുക്കും. അപ്പോഴാണ് അവളും കണ്ടതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് അവനെ നോക്കി പറയും. അങ്ങനെ അതിനേശം ഇന്റർവ്യൂ എടുക്കുന്നവരും അവളുടെ ഇൻസ്റ്റയ്ക്കകത്തിട്ട് ഇവന്റെ ഫോട്ടോയെ കുറിച്ച് ചോദിക്കും. അങ്ങനെ പുതിയ ആഘോഷം സ്റ്റാർട്ട് ചെയ്യാമോ എന്നറിഞ്ഞ് ഒരു ടെസ്റ്റ് ഒക്കെ എഴുതി പോസ്റ്റ് ചെയ്ത ആ വ്യക്തി ഇവളുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് ചോദിക്കുമ്പം ഇത് കേട്ട് അവനും ചെറിയ ഷോക്കിലൊക്കെ ഇവൾക്ക് ആ കാര്യം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോഴാണ് അവളും കുറച്ച് ഷൈ ആയിട്ട് ബോയ് ഫ്രണ്ട് ഒന്നല്ല ഇവളെ ജപ്പാനിൽ പോയിരുന്നപ്പോ ആ വ്യക്തിയ ഇവളെ കുറെ ഹെൽപ്പ് ചെയ്തെന്ന് പറയും. അങ്ങനെ കപ്പിൾസ് അല്ലെങ്കിലും ഇവൾക്ക് ആ വ്യക്തിയോട് സംസാരിച്ചപ്പോ കുറച്ച് ബട്ടർഫ്ലൈസ് ഒക്കെ വന്നെന്ന് പറയും. അങ്ങനെ അതിനേശം ഇന്റർവ്യൂ കഴിഞ്ഞ് ഇവിടെ ഹോജിനാണ് എങ്ങനെയൊക്കെ അവളോട് സംസാരിച്ച് ആ പിക്ചർ ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവളുടെ മാനേജറും മാഡം കുറച്ച് ബിസിയാ, അവന്റെ കാറിന്റെ അകത്തേക്കൊന്ന് സംസാരിക്കാൻ വേണ്ടി ഇവനെ വിളിക്കുമ്പം ഇവന് ഒരു സെക്കൻഡ് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവന് പുറയുന്ന ചോദിച്ചോണ്ട് അവസാനം അവളുടെ ഫ്രണ്ടിൽ തന്നെ ചെന്ന് നിൽക്കും. അതേസമയം അവൾ അവിടെ അടിച്ചവര് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവന്മാരെ കണ്ട് അവൾ ഒരു സെക്കൻഡ് ഷോക്കായി പോകും. അങ്ങനെ അവളിപ്പോ കുറച്ച് ബിസി ആയതുകൊണ്ട് ഇങ്ങനെ കിട്ടുന്ന സമയത്തേ കഴിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഹോജിനോട് പറഞ്ഞോണ്ട് വരുമ്പം അവൻ കഴിച്ചോന്ന് ചോദിക്കും. അപ്പോഴാണ് അവൻ കഴിച്ച് ഇവളിതുവരെ കഴിച്ചില്ല, വേണേ ഫുഡ് കണ്ടിന്യൂ ചെയ്തോളം പറയും. അപ്പൊ അവളും ഇപ്പൊ കുറെ ബിസിയൊക്കെ ആയതുകൊണ്ട് ഇവൾ ഇച്ചിരി ഫുഡേ കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇവൾക്ക് ഇത് തന്നെ മതി എന്ന് പറയും. അതിനേശം വീണ്ടും ഇവൻ ഇവിടെ വെച്ച് കണ്ടുമുട്ടുമെന്ന് അവൾ
ഒട്ടും പ്രതീക്ഷയില്ലെന്നറിഞ്ഞ് അവൾക്ക് കണ്ടത് സന്തോഷമായെന്ന് പറയുമ്പം അവനാണ് ഇവളെ പ്രത്യേകം കാണാൻ വേണ്ടിയ അവൻ ഈ ജോലി എങ്ങനെയൊക്കെ സെറ്റാക്കിയെന്നറിയും. ഇത് കേൾക്കുന്ന അവളും ഇപ്പൊ മനഃപൂർവ്വം എന്നെ കാണാൻ വേണ്ടിയാണ് ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്തെന്ന് പറഞ്ഞ് അവളും ചോദിക്കുമ്പം അവനും ഒരു കാര്യം പറയാൻ വേണ്ടിയാ ഇന്ന് ഇവിടേക്ക് വന്ന് ആ ഫോട്ടോ എങ്ങനെയൊക്കെ ഡിലീറ്റ് ചെയ്യണമെന്ന് അവനിങ്ങനെ പറയാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇവൾ എത്തേണ്ട സ്ഥലം എത്തും. അപ്പോഴാണ് അവനും പെട്ടെന്ന് ഇവളോട് ആ കാര്യം പറയാൻ വേണ്ടി പോകുമ്പം പുറത്തുനിന്ന് മാനേജറാണ് സമയമില്ല മാഡം എന്ന് പറഞ്ഞ് അവളെ പുറത്തേക്ക് വിളിക്കും. അങ്ങനെ പുറത്ത് കുറെ റിപ്പോർട്ടേഴ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. പിന്നീട് അവനൊന്നും പറയത്തില്ല. അപ്പോഴാണ് അവളും ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പതിയെ സംസാരിക്കാന്ന് പറഞ്ഞ് വേണം ഇവൻ അകത്ത് വന്ന് നിൽക്കാൻ പറയുമ്പം അവനും അവളുടെ മാനേജറിന്റെ കൂടെ അകത്തേക്ക് കയറി ചെല്ലും. ഇതേ സമയം ചാമൂഹി അവിടുത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് ഹോജിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവനാണ് ഇതല്ല ഇവളുടെ മാനേജറിന്റെ ഹെഡ്ഫോണിൽ നിന്ന് കേട്ടോണ്ടിരിക്കും. അങ്ങനെ അവളും വീണ്ടും ഇവനെ കണ്ട സമയത്ത് തന്നെ അവളുടെ ഹാർട്ട് പൊട്ടിത്തെറിക്കുന്ന പോലെ ഭയങ്കര നെർവസ് ആയെന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവരാണ് ചിലപ്പോൾ മാഡത്തിനെ കാണാൻ വേണ്ടിയായിരിക്കും ഈ ചാൻസ് യൂസ് ചെയ്ത് അവൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയും. അങ്ങനെ രണ്ടുപേർത്തും ഈ ജപ്പാൻ എന്തോ നടന്നേന്ന് പറഞ്ഞ് അവരൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കുമ്പം ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്ന ഇവനാണ് ഇവൾക്ക് സംസാരിക്കാൻ വേറെ ടോപ്പിക് ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവൻ ആ സൗണ്ട് പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ ഒരു തൊപ്പി അവിടേക്ക് വെച്ചിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ഇവളെ ഇന്റർവ്യൂ എടുക്കുമ്പോഴാണ് എല്ലാവരും ഇവളെ ഡോറാമിയായിട്ടേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇവളുടെ ഈ ഫേസ് കാണുമ്പോൾ മിക്കുള്ളവർക്കും കണ്ടെത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അതിനെക്കുറിച്ചൊക്കെ അവർ ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇതെല്ലാം ഹോജിൻ അവിടെ നിന്ന് ഒരു സ്മൈലോടെ കണ്ടിട്ട് അവസാനം ഷൂട്ടിങ് കഴിഞ്ഞ് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പം പെട്ടെന്ന് അവളാണ് ഇവന്റെ അടുത്തേക്ക് വന്നിട്ട് ഇനിയിപ്പം നമുക്ക് പുറത്ത് സംസാരിക്കാന്ന് അവനെ വിളിച്ചുകൊണ്ട് സീക്രട്ടായിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവനും ഇവൾക്ക് പബ്ലിക്കായിട്ട് ഇങ്ങനെ പോയ സീനൊന്നും ഉണ്ടാകത്തില്ലെന്ന് ചോദിക്കുമ്പം അവളാണ് ഡോറാമിന്ന് വിളിച്ചു കൂവിയാലേ മിക്കുള്ളവർക്ക് മനസ്സിലാത്തുള്ളെന്ന് പറഞ്ഞ് ഇവളെ കണ്ടാലൊന്നും ആർക്കും പിടിയെടുത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഇവൻ പറയാമെന്ന കാര്യം സിമ്പിളായിട്ട് പറഞ്ഞു തീർക്കാന്ന് ഇവളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവളാണ് എങ്കിൽ പിന്നെ സംസാരിച്ചോണ്ടേ കഴിക്കാന്ന് പറഞ്ഞ് അന്ന് ഇവന്റെ കൂടെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് ഒരുമിച്ച് കഴിക്കാന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് അവനും എന്തായാലും അന്ന് ഇവളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയത് അവനും സങ്കടം ഉണ്ടെന്ന് പറഞ്ഞ് ഇവളെ ഒരു റെസ്റ്റോറന്റിലേക്ക് വിളിച്ചുകൊണ്ട് തീരുമാനിക്കും. അങ്ങനെ അതുകൊണ്ട് പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് ഇവന്റെ സ്കാർഫൊക്കെ അവൾക്ക് ഇട്ടുകൊടുത്തിട്ട് അവന്റെ കൂട്ടുകാരന്റെ കടയിലേക്ക് വിളിച്ചുകൊണ്ട് വരും. അപ്പോഴാണ് ഇവന്റെ കൂട്ടുകാരൻ വൈനൊക്കെ എടുത്തു വയ്ക്കുമ്പം അവനാണ് ചുമ്മാ ഡിന്നറിന് വേണ്ടി വന്നേ അല്ലാതെ ഡ്രിങ്ക്സിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവൻ കൊണ്ടുപോയിക്കോളാൻ പറയും. അപ്പോഴാണ് അവളും ഇവൻ എന്താ പറയുള്ളതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവനാണ് ദയവായിട്ട് ഇൻസ്റ്റാഗ്രാമിനകത്തിട്ട ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ അത് പറയാൻ വേണ്ടിയാ അവന് വന്നേന്ന് പറയുമ്പം ഇത് കേട്ട് അവളാണ് ഞെട്ടിപ്പോയിട്ട് ഇവന്റെ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ പറയാൻ വേണ്ടിയാണോ ഇത്രയും കഷ്ടപ്പെട്ട് ആ ട്രാൻസ്ലേറ്റർ പണിയൊക്കെ ഒപ്പിച്ചേന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇവളെ കാണാൻ ആകെ ഒരു ചാൻസേ കിട്ടിയുള്ളൂ. അങ്ങനെ അതുകൊണ്ട് അവൻ അത് യൂസ് ചെയ്ത് ഇത് പറയാൻ വേണ്ടി വന്നേന്ന് പറയും. ഇത് കേൾക്കുന്ന അവളാണ് എങ്കിൽ പിന്നെ ആ ട്രാൻസ്ലേഷന് ശേഷം ഇവളോട് അപ്പം തന്നെ പറഞ്ഞോടായിരുന്നു എന്ന് ചോദിക്കുമ്പം അവന് പറയാൻ നോക്കിയപ്പോഴാ ഇവള് പെട്ടെന്ന് ബിസി ആയിട്ട് ഓരോ ഇന്റർവ്യൂവിനായിട്ട് ഇങ്ങനെ പോയെന്ന് പറയും. അതോടെ അവളാണ് അപ്സെറ്റ് ആയിട്ട് എന്തോ ഒരു വലിയ വർത്തമാനം സംസാരിക്കാൻ വേണ്ടിയാ ഇവളെ വിളിച്ചെന്ന് പറഞ്ഞ് അവള് കുറെ ആലോചിച്ചിട്ടെന്ന് പറയും. പക്ഷേ ഒന്നിനില്ലാത്ത കാര്യത്തിന് വേണ്ടിയാണോ ഇവൻ ഇവിടേക്ക് വന്നേന്ന് ചോദിക്കുമ്പം അവനാണ് ആ ഒന്നിനാകാത്ത കാര്യത്തിന് വേണ്ടി വന്നേന്ന് പറഞ്ഞ് ഇവന്റെ ഫോട്ടോ ഇവന്റെ പെർമിഷൻ ഇല്ലാതെ എന്തിനാ ഇട്ടേന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ആ ഫോട്ടോയ്ക്ക് അതിന്റെ ഫേസ് ഒന്നും ഇല്ലല്ലോ, കൂടാതെ ഇന്റർവ്യൂ ആൾക്കാർ ചോദിച്ചപ്പോഴും ഇവൻ ആ ഫോട്ടോയ്ക്കകത്തുള്ളതെന്ന് അവിടുത്തെ ആൾക്കാർക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയും. അപ്പോഴാണ് അവനും അവർക്ക് മനസ്സിലായില്ലെങ്കിലും അവൻ അറിയാവുന്ന ആൾക്കാർക്കെല്ലാം ആ ഫോട്ടോ കണ്ടാ മനസ്സിലാവുന്ന പറയും. അതോടെ അവള് വെറുത്തുപോയി ഡിലീറ്റ് അല്ലേ ഇപ്പൊ ചെയ്യാന്ന് പറഞ്ഞ് അവളുടെ മൊബൈൽ എടുത്തിട്ട് ഒരു ഷിപ്പ് ഡിലീറ്റ് ചെയ്ത പിന്നെ ആൾക്കാരൊക്കെ പെട്ടെന്ന് എന്തിനാ ഈ പേഴ്സന്റെ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്ന പറഞ്ഞ് എല്ലാരും ഇവന്റെ അക്കൗണ്ട് കണ്ടെത്താൻ നോക്കുമെന്ന് പറയും. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഡിലീറ്റ് എന്ന് പറഞ്ഞ അത് ബ്രേക്കപ്പ് നീക്കൊല്ലാന്ന് പറഞ്ഞ് ഇവളിപ്പോ ഫോട്ടോ ഡിലീറ്റ് ചെയ്താല ആൾക്കാരൊക്കെ ഇവർ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് സംസാരിക്കത്തുള്ളെന്ന് പറയും. അങ്ങനെയാണെ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവള് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പം അവനാണ് പേടിച്ചിട്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാനേ ഒന്ന് വീട്ടിൽ ചെന്നിട്ട് കുറച്ച് ആലോചിച്ച് നോക്കട്ടെ, നിനക്ക് ഈ അപ്ലോഡ് ചെയ്ത ഫോട്ടോയുടെ ഡേറ്റ് എല്ലാം മാറ്റാൻ പറ്റുമോ എന്നിന് അവന് വെപ്രാളപ്പെടുമ്പോഴാണ് ഇവളാണ് നീ എന്തോ മണ്ടനാണോടാന്ന് പറഞ്ഞ് അങ്ങനെ ആർക്കും ഡേറ്റ് ഒന്നും മാറ്റാൻ പറ്റത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവന് വിഷമിച്ച് കൊള്ളാം നിന്റെ ഇഷ്ടത്തിന് നീ ആ ഫോട്ടോയും കിട്ട്, ഇപ്പൊ എനിക്കറിയാവുന്നവരൊക്കെ ഞാൻ ആ സമയത്ത് ആ ഡേറ്റിൽ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞാണുമല്ല, എനിക്കിത് വലിയ നാണക്കേടാ എന്നിന് അവൻ പറയുമ്പോഴാണ് ഇവൾക്ക് മനസ്സിലാവുന്ന ഇവ സ്നേഹിച്ച പെൺകുട്ടിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ടല്ലേ അന്ന് അവൻ അവിടേക്ക് വന്നേന്ന് പറഞ്ഞ് അപ്പൊ ഇവൻ അന്ന് പോയെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയാണോ ഈ ഫോട്ടോ ഡിലീറ്റ് ആക്കാൻ നോക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവും. അങ്ങനെയാണ് അന്ന് അവിടെ നിന്ന് പോയിട്ട് അവളോട് ഇഷ്ടമൊന്നും പറഞ്ഞില്ലെന്ന് ചോദിക്കുമ്പോൾ അവനും അവിടെ നിന്ന് പോയിട്ട് അവൻ അവളെ കാണാൻ തീരുമാനിച്ചില്ലെന്ന് പറയും. അതുകൊണ്ട് ഇവൻ എപ്പോഴത്തേം പോലെയും സിംഗിൾ ആയിട്ട് തന്നെ ഇരിക്കുമെന്ന് പറയുമ്പോൾ ഇത് കേട്ടിട്ട് അവളാണ് എങ്കിൽ പിന്നെ അതിനും ഭേദം ആ കാര്യം മുമ്പേ തീരുമാനിച്ചിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഫുഡിങ്ങിലും കഴിക്കായിരുന്നു, അതുകൊണ്ട് നിന്റെ തെറ്റായതുകൊണ്ട് ഇന്നത്തെ ഈ ചെലവ് നിന്റെ എന്നിന് അവന്റെ കൂടെ കഴിച്ചിട്ട് പുറത്തേക്ക് വരുമ്പം അവള് വേണേ അവളുടെ വണ്ടി ഇവന് വീട്ടിൽ കൊണ്ടാക്കാൻ പറയും. പക്ഷെ അവൻ അടുത്ത് തന്നെ വീടെന്ന് പറഞ്ഞ് അവൻ നടന്നു പോയിക്കോളാൻ പറയും. എന്നിട്ട് അവന് പതിയെ കൈയെടുത്ത് ഇവന്റെ സ്കാർഫ് തിരിച്ചു വയ്ക്കുമ്പം അവള് റൊമാൻറ്റിക് ആയിട്ടെല്ലാം കാണിക്കണമെന്ന് പറഞ്ഞ് ഇവളുടെ കൈയെടുത്ത് വയ്ക്കും. അപ്പോഴാണ് അവനും ആ സ്കാർഫ് ഞാൻ പനിയെന്ന് പറഞ്ഞ് നിനക്ക് തന്നെയല്ലേ, എനിക്കതിപ്പോ തിരിച്ചു വേണം എന്നിട്ട് അവനും ചോദിക്കുമ്പോൾ തന്നെ ഇവളും പുച്ഛിച്ചൊക്കെ അവനെ നോക്കിയിട്ട് സത്യത്തിയ ഫോട്ടോ ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇവളെ കാണാൻ വേണ്ടി ഇത്ര മെനക്കെട്ടേം ചോദിക്കും. അങ്ങനെയാണ് ഇവൻ തീരുമാനിച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്യണോ വേണ്ടേന്ന് ഇവളെ വിളിച്ചൊന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. അതുകൊണ്ട് ഇവളുടെ ഫോൺ നമ്പർ
നമ്പർ കൊടുക്കാൻ പോകുമ്പം അവനാണ് ഇവളുടെ മാനേജറിന്റെ നമ്പർ ആണെന്ന് പറഞ്ഞ് അവനെ വിളിച്ചോളാൻ പറയും. അതിനുശേഷം അവളുടെ മാനേജർ അവിടേക്ക് വന്ന ഉടനെ അവന് വിളിച്ച വല്ലപ്പോഴും ഫോൺ എടുക്കുന്ന പറഞ്ഞിട്ട് ഇവർക്ക് ബായ് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അതിനുശേഷം ചാമൂഹിയും ഇവർ തമ്മിൽ മുമ്പേ പരിചയമുണ്ടോന്ന് ചോദിക്കുമ്പം അവനാണ് മേഡത്തിനെ കാണാൻ വേണ്ടി അങ്ങേര് ആശുപത്രിയിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവൻ ആ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പബ്ലിക് വാർഡ് ഇരുന്നപ്പോ 2-3 പ്രാവശ്യം വന്നായിരുന്നു പറയുമ്പം ഇവളാണ് പബ്ലിക് വാർഡോ VIP വാർഡല്ലായിരുന്നു എന്നിന് അവള് ഷോക്കായി ചോദിക്കുമ്പോഴാണ് ഇവള് ഫേമസ് ആന് മുമ്പേ തന്നെ ഇവള് കോമയിൽ എഴുന്നേക്കത്തില്ലെന്ന് വിചാരിച്ച് ഇവൾക്ക് വലിയ ട്രീറ്റ്മെന്റ് ഒന്നും കൊടുക്കാതെ ചുമ്മാ അവള് പുറത്ത് തന്നെ വെച്ച് ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരുന്ന. അങ്ങനെ ആ സമയത്ത് ഹോജിയും വന്നിട്ടോ എന്നറിഞ്ഞ് അന്ന് അവൻ തന്ന അവന്റെ വിസിറ്റിംഗ് കാർഡ് ഇപ്പൊ ഇവൻ ഇവളുടെ കൊടുക്കും. അപ്പോഴാണ് അവൾ ഇത് മനസ്സിലാക്കി ആകെ ഒരു പ്രാവശ്യം അവനെ കണ്ടിട്ടുള്ളു, പക്ഷെ ഇവളെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലൊക്കെ വന്നായിരുന്നു എന്നറിഞ്ഞ് അവള് മൊത്തം ടച്ചായി പോകും. അതേസമയം വീട്ടിൽ വന്ന ഹോജിനാണ് ഇന്ന് ചാമുഹിയോട് സംസാരിച്ച കാലം വെച്ച് അവനാണ് ഒരു കീ ചെയിൻ എടുത്തു വെക്കും. അതായത് ഇവളെ എങ്ങനെയാണ് കണ്ടുമുട്ടിയത് അതേപോലെയാണ് ഇവന്റെ ചേട്ടന്റെ ഗേൾഫ്രണ്ടിനെയും അവൻ ആദ്യം കണ്ടുമുട്ടിയത്. അങ്ങനെ ആ സമയത്ത് അവനും ഇവൾക്ക് വഴിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവൻ ക്ലോസ് ആകാൻ നോക്കുമ്പം അവളാണ് ഭാഗ്യമുണ്ട് നമുക്കൊന്നും കൂടെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഇവന്റെ അടുത്ത് ഒരു കീ ചെയിൻ കൊടുത്താണ്. അങ്ങനെ വിധി ഇവർ ഒന്നേർക്കോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി അവൾ അവസാനം കൊടുത്തിയ. അതേപോലെ അവൻ നാട്ടിലേക്ക് വരുമ്പോ കറക്റ്റ് ഇവളുടെ ഇരിക്കുന്ന ആ കീ ചെയിൻ കണ്ട് അവൻ അവളായിരിക്കും എന്നറിഞ്ഞ് പുറകെ ഇങ്ങനെ ചെല്ലും. അപ്പോഴാണ് ഇവൻ അറിയാൻ വരുന്ന ഇവൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഇവൻ കണ്ടത് അവളെ തന്നെയാ, പക്ഷെ അവളിപ്പോ കൂടെ ഉള്ളത് ഇവന്റെ ചേട്ടന്റെ കൂടെയാ. അപ്പോഴാണ് ഇവൻ അറിയാൻ വരുന്ന ഇവൻ ഇഷ്ടപ്പെട്ട പെണ്ണ് അവന്റെ ചേട്ടനായിട്ട് സെറ്റ് ആയെന്ന്. അതിനേശം ഇവിടെ അടുത്ത ദിവസം ചാമൂഹിയാണ് അവന്റെ നമ്പർ ഇപ്പോ ഫോണിനകത്ത് സേവ് ചെയ്ത അവന്റെ ഇൻസ്റ്റ അക്കൗണ്ടും റെക്കമെൻഡേഷന് വരും എന്ന് അവൾക്കറിയാം. അങ്ങനെ വല്ലതും കുറെ തപ്പി നോക്കുവാണ്. പിന്നെ അവൻ ഇഷ്ടപ്പെട്ട പെണ്ണ് ഏതാന്ന് ഇവൾക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് അറിഞ്ഞിരിക്കുമ്പം ഇതേക്കുന്ന ഇവളുടെ മാനേജർ യൊങ്യു ആണ് ആരെ കുറിച്ചാ സംസാരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഏപ്രിൽ 8 ജനിച്ച ഒരു പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കാന്ന് പറഞ്ഞ് ഇവളും കുറച്ച് അസൂയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം അവനാണ് മറ്റു ഹോജി മെസ്സേജ് ആ ഇൻസ്റ്റയിൽ ഇട്ടേക്കുന്ന ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞായിട്ട് ഇവനിപ്പോ കാണിച്ചു കൊടുക്കും. അങ്ങനെ അത് കണ്ടിട്ട് അവളാണ് അവനാകെ അതേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞ് എങ്കിൽ പിന്നെ ഇതോടെ ഇവർ തമ്മിലുള്ള ബന്ധം തീർന്നെന്ന് അവളെ ക്ഷമിച്ചിരിക്കും. അതിനുശേഷം അവൻ പറഞ്ഞ പോലെ തന്നെ ഇവള് ഡിലീറ്റ് ചെയ്യുമ്പോഴാണ് അവൻ ആശ്വാസപ്പെടുന്നത്. എന്നിട്ട് ഇവിടെ രാത്രി ചാമൂഹിയാണ് അവളുടെ മാനേജറുടെ ഫോണിൽ ഹോജിയും ചാറ്റ് ചെയ്തൊക്കെ അവളിങ്ങനെ ഓർത്ത് വെക്കും. അതായത് ഇവള് കോമയെ കടന്നപ്പോ അവൻ എപ്പോഴും ഇവളെ കുറിച്ച് അന്വേഷിക്കാറുണ്ട്. അതുകൊണ്ട് അതാലോചിച്ചിട്ട് ഇവളാണ് അവൻ ഇത്രയ്ക്ക് നല്ല മനസ്സ് കാണിച്ച പിന്നെങ്ങനെ അവനെ മറക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവൾ അവനെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും. കൂടാതെ അവന്റെ വിസിറ്റിംഗ് കാർഡ് നോക്കി അവന്റെ നമ്പർ കാണാപ്പാടാകുമ്പം ഇവള് ചുമ്മാ അവനെ വിളിച്ചു നോക്കും. അങ്ങനെ എടുക്കത്തില്ലെന്ന് പറഞ്ഞ് ഇവളിരിക്കുമ്പം പെട്ടെന്ന് അവന് ഫോൺ എടുത്ത ഉടനെ ഇവള് നെർവസ് ആയിട്ട് അവള് ചാമുഹിയ എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്ന അവനോട് പറയും. അപ്പോഴാണ് അവന് തിരിച്ച് മറുപടിയായിട്ട് അവനത് കണ്ടായിരുന്നു പറയുമ്പം ഇവളാണ് കണ്ടായിരുന്നോ എങ്കിൽ പിന്നെ അടുത്ത് ഞാൻ എന്തോ പറയണ്ടേ, ഞാൻ ഇതിനു വേണ്ടി തന്നെ വിളിച്ചത് എന്ന് ഇവള് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇവളുടെ മാനേജറാണ് ഫ്രണ്ട് ഇരുന്നിട്ട് ആ ഏപ്രിൽ 8 ജനിച്ച പെങ്കൊച്ചിന്റെ പേര് ജീസിയോ എന്ന് പറഞ്ഞ് ഇവനത് കണ്ടെത്തി കൊടുക്കും. അതോടെ അവളാണ് മേടിച്ചിട്ട് എടാ മിണ്ടായിരിക്കടാന്ന് അവൾ അവിടെ സിഗ്നൽ കാണിക്കുമ്പം ഇവൻ ആ ജീസിയോ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ലേഡിയാന്ന് പറഞ്ഞ് അവന് കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതോടെ അവളാണ് ഇതെല്ലാം അവൻ കേട്ടോന്ന് പറഞ്ഞ് അവൾ ഇവിടെ മൊത്തത്തിൽ പെട്ടുപോയിരിക്കും. അതിനുശേഷം അവനെല്ലാം കേട്ടെന്ന് മനസ്സിലാക്കി നേരെ ഇപ്പൊ അവന്റെ വീട്ടിലേക്ക് ചെന്ന് ഇവളൊരു സൈക്കോ സ്റ്റാൾക്കറായിട്ട് തെറ്റിയിരിക്കാൻ വേണ്ടിയാ അവളിപ്പോ ഇങ്ങോട്ടേക്ക് നേരിട്ട് തന്നെ സംസാരിക്കാൻ വേണ്ടി വന്നേന്ന് പറയും. അതുകൊണ്ട് വീട്ടിലേക്ക് ക്ഷണിച്ചതിന് അവൾ താങ്ക്സ് പറയുമ്പം അവനാണ് അവളുടെ പേര് അക്കൗണ്ടൊക്കെ എങ്ങനെ കണ്ടെത്തിയും ചോദിക്കും. അതോടെ അവളും ചിരിച്ചോണ്ട് സോഷ്യൽ മീഡിയ പിന്നെ ഈസി ആയിട്ടെല്ലാം കണ്ടെത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇവന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് കണ്ടുപിടിച്ചെന്ന് പറയും. അതുകൊണ്ട് ഇവള് കുറച്ച് ഓവറായിട്ട് പോയെങ്കിൽ അതിന് സോറി എന്ന് അവനോട് പറയുമ്പം അവനാണ് ഇവൾക്ക് അത്രയ്ക്കും ക്യൂരിയോസിറ്റി ആണെങ്കിൽ എങ്കിൽ പിന്നെ അവളെ കുറിച്ച് ഇനി അറിയാൻ ഇവൾക്ക് ആഗ്രഹം കാണത്തില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളിപ്പോ ചുമ്മാതെ നാണം കെട്ട് നിൽക്കോ ഇനി അറിയണം എന്ന് പറഞ്ഞ് ഇവനോട് ചോദിച്ച അത് ഇവനൊരു ശല്യമായി പോന്നറിഞ്ഞ് അവൾ ഇവിടുന്ന് പോയിക്കോളാൻ പറയും. പക്ഷെ ഇവിടുന്ന് പോയിട്ട് തിരിച്ച് അവളെ കുറിച്ച് തപ്പത്തില്ലെന്ന് ഒരു ഉറപ്പില്ലെന്ന് പറഞ്ഞ് ഇവൾക്കറിയാൻ കുറെ ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പം അവനാണ് അന്ന് ലവറാന്ന് പറഞ്ഞ് ഇവന്റെ തെറ്റാന്ന് പറഞ്ഞ് ഇവളിവിടുന്ന് പോയിക്കോളാൻ പറയും. അതേസമയം അവളും എങ്കിൽ പിന്നെ ഇവൻ മാത്രം എന്തിനാ ഇവള് കോമയെ കടന്നപ്പോ കാണാനൊക്കെ വന്നേന്ന് പറഞ്ഞ് ഇവളും ചോദിച്ചിട്ട് അന്ന് ഇവളെ കുറിച്ച് തിരക്കിന് താങ്ക്സ് അറിയാൻ വേണ്ടിയാ അവനെ ഫോൺ വിളിച്ചെന്ന് പറയും. പക്ഷെ ഇവൾ ഉണ്ടാക്കി വെച്ച ശല്യം കാരണം അവസാനം ഇവളിപ്പോ താങ്ക്സിന് പകരം സോറിയാ പറയേണ്ടതെന്ന് പറഞ്ഞ് അവളും കുറച്ച് വിഷമിച്ചൊക്കെ ഇവനെ വീട്ടിൽ പോയിക്കോളാൻ പറയും. അപ്പോഴാണ് അവനും ഇവളിപ്പോ ഇവിടെ നിന്ന് പോയാലും വീണ്ടും ഇൻസ്റ്റേ കയറി അവളുടെ അക്കൗണ്ടൊക്കെ നോക്കത്തിൽ എന്തോ ഉറപ്പെന്ന് പറഞ്ഞ് അവനും ചോദിക്കുമ്പം അവളാണ് ടെൻഷനായിട്ട് എങ്കിൽ പിന്നെ ഇൻസ്റ്റാഗ്രാം ഞാൻ ഡിലീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്, ഞാൻ തപ്പുണ്ടെങ്കിൽ എങ്കിൽ പിന്നെ ആ സ്റ്റോറി നീ തന്നെ എന്നോട് പറ, നിന്റെ കാര്യത്തിൽ എന്തിന് ഇത്രയും താല്പര്യം എന്ന് മാത്രം എന്നോട് ചോദിക്കില്ല, കാരണം അത് ഞാൻ വഴി വെച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതിന് അവളും പറയുമ്പം അവനാണ് അവള് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ഇവിടെ വെച്ച് നമുക്ക് സംസാരിക്കാന്ന് പറയും. അപ്പോഴാണ് അവൾ വീട് കണ്ട് ഷോക്കായി ഇത്രയും വലിയ വീട് എങ്ങനെയാന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവൻ അപ്പൂപ്പന്റെ അടുത്ത് നിന്ന് കിട്ടിയതാ, അതുകൊണ്ട് പൈസയുടെ കാര്യം ചോദിക്കില്ലെന്ന് പറഞ്ഞ് ഇവൻ അപ്പം തന്നെ ഫുൾ സ്റ്റോപ്പ് വയ്ക്കുമ്പം അവളും പൈസയെ കുറിച്ച് ചോദിക്കാനൊന്നുമല്ല വന്ന് എന്തായാലും ഇവന് കോഫി എല്ലാം വേണേ
ഇവൾ കുറെ പരസ്യങ്ങളൊക്കെ വരുമ്പം കുറച്ച് സാമ്പിൾസ് കിട്ടുമെന്ന് പറയും. അതുകൊണ്ട് ഇവൻ അതൊക്കെ ഫ്രീ ആയിട്ട് തരാന്ന് പറയുമ്പം അവനാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പരസ്യം വന്ന അവൻ തന്നെ കടയിൽ ചെന്ന് അത് കണ്ട് വാങ്ങിച്ചോളാം എന്ന് പറയും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ ഡൊറാമയുടെ സിഗ്നേച്ചർ ഒക്കെ വേണമെന്ന് പറഞ്ഞ് ഇവൾ എന്തോ സംസാരിക്കുന്നറിയാതെ അവൾ തന്നെ സമ്മതിച്ചു കൊടുക്കും. ഒന്നും പറയാൻ തോന്നാത്തോണ്ട് അവളായിട്ട് ഏതാണ്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുവന്ന്. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഇവൾക്കറിയാൻ്റെ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാന്ന് പറഞ്ഞ് ഇവ സ്നേഹിച്ച ആ പെൺകുട്ടിയെ അവൻ പ്രൊപ്പോസലും ചെയ്തിട്ടില്ലെന്ന് പറയും. അങ്ങനെ വീണ്ടും അവളുടെ ബർത്ത്ഡേ കണ്ടുമുട്ടുമ്പോൾ അവൻ പ്രൊപ്പോസ് ചെയ്യുന്നപ്പോഴാ ഇവൻ ഏറ്റവും അടുത്ത ഒരാളുടെ കൂടെ സെറ്റായ കാര്യം അവൻ അറിയാമെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ടിട്ട് അവളാണ് എങ്കിൽ പിന്നെ നിന്റെ ഇഷ്ടം പോലെ നീ പറഞ്ഞിട്ടില്ല, ഒരേശം അവൾക്ക് ബോയ് ഫ്രണ്ട് സെറ്റ് ആയില്ലായിരുന്നെങ്കിൽ നിന്നിന്റെ ഇഷ്ടം പറഞ്ഞേനല്ലേ. എങ്കിൽ പിന്നെ അതേപോലെ അന്ന് നമ്മൾ കണ്ടുമുട്ടിയപ്പോൾ നീ ആ റെയിൽവേ ട്രാക്കിന്റെ അവിടെ നിന്ന് പോകാതെ എന്റെ കൂടെ കഴിക്കാൻ വന്നായിരുന്നെങ്കിൽ നമ്മൾ തമ്മിലും കുറെ ചേഞ്ച് ഒക്കെ വന്ന് കാണത്തില്ലെന്ന് ഇവള് ചോദിക്കുമ്പം അവനും അങ്ങനെ ഒരു ചേഞ്ച് വന്ന് കാണത്തില്ല, അവൻ എല്ലാ വർഷവും അവൻ സ്നേഹിച്ച പെങ്കൊച്ചിന്റെ ബർത്ത്ഡേക്ക് ആ സ്ഥലത്ത് പോകാറുണ്ടെന്ന് പറയും. പക്ഷെ അത് അവൾക്കറിയാതെ ചെയ്യുന്നോണ്ടാ ഈ ഫോട്ടോ കണ്ട് അവൾ കണ്ടുപിടിക്കുന്ന പേടിച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്ന് പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന ചാമൂഹിയും അപ്പൊ ഇവൻ ഇപ്പോഴും ആ പെങ്കൊച്ചിനെ തന്നെ ഇഷ്ടമെന്ന് മനസ്സിലാക്കി അവൾ ആവശ്യമില്ലാതെ കുറെ ചോദിച്ചിപ്പോ ഒരു ഇമോഷണലായ റൊമാൻറ്റിക് മൂവി തന്നെ കണ്ടെത്തിന്ന് പറഞ്ഞ് അത് അവളില്ലെന്ന് സങ്കടപ്പെട്ടിരിക്കും. അപ്പോഴാണ് അവൻ ഇവളെ കണ്ടിട്ട് ഇവളിപ്പോ കരയോണെന്ന് ചോദിക്കുമ്പം അവളാണ് കരയൊന്നല്ല, എനിക്ക് പനി പിടിച്ചെന്ന് തോന്നുന്നു, എന്നെ കണ്ടങ്ങനെ തെറ്റിരിക്കല്ലേ, പുറത്ത് നല്ല തണുപ്പായിരുന്നു, അതിന്റെ ഒരു എഫക്റ്റ് ആണിത്. എന്നിട്ട് അവളും ടിഷ്യൂ പേപ്പർ എടുത്തോണ്ട് അങ്ങോട്ടേക്ക് പോകുമ്പം ഇവനാണ് സൈലന്റ് ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അവൻ അടുത്തേക്കൊന്ന് ടിഷ്യൂ പേപ്പർ വേസ്റ്റിനകത്ത് ഇടാൻ പറയുമ്പം ഇവളുടെ നാണക്കേട് മാറ്റാൻ വേണ്ടി ഷോ കാണിക്കാൻ തുടങ്ങും. അങ്ങനെ ഇത്രയും സമയം ഇവന്റെ ഗേൾഫ്രണ്ടിനെ കുറിച്ച് ചോദിച്ചേക്ക് അവൾക്ക് വേണ്ടി ഒന്നല്ല, ഒരേ ശിവനും എല്ലാം ഇവളോട് ഇഷ്ടമുണ്ടെന്ന് വിചാരിച്ച് അവൾ കാര്യം ക്ലിയർ ചെയ്യാൻ വേണ്ടിയാ ഇത്രയും ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചെന്ന് പറയും. അപ്പോഴാണ് ഇവൾ പറഞ്ഞിട്ട് അവന് ഷോക്കായിട്ട് എന്തോ എനിക്ക് നിന്നോട് ഫീലിങ്സ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണോ ഇതൊക്കെ നീ ചോദിച്ചത് എന്ന് അവന് വിശ്വസിക്കാതിരിക്കുമ്പം ഇവളാണ് ഇവളെ കുറിച്ചുള്ള പാസ്റ്റ് ഒക്കെ അറിയാന്നുണ്ട് പിന്നെ അതും പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇവളെ ഡേറ്റിന് വിളിക്കത്തില്ലെന്ന് എന്തോ ഉറപ്പെന്ന് പറഞ്ഞ് അവളിപ്പോ വലിയ സെലിബ്രിറ്റി എന്നൊക്കെ പറയും. അതുകൊണ്ട് അങ്ങനെയൊക്കെ വല്ല ചിന്തയുണ്ട് അതൊക്കെ എടുത്തു കളയാൻ വേണ്ടി പറയുമ്പം അവനാണ് ഇതെല്ലാം കേട്ട് അങ്ങനെയാണ് പേടിക്കേണ്ട ഒരാവശ്യമില്ല, അവൻ ഒരിക്കലും ഇവളെ ഡേറ്റിന് വിളിക്കത്തില്ലെന്ന് പറയും. ഇനി ഒരു ഇവൻ അറിയാതെ ഇവൾ വേദനിപ്പിച്ചിട്ടുണ്ട് അതിനും സോറി പറഞ്ഞിട്ട് ഇനി ഒരിക്കലും രണ്ടുപേരും തമ്മിൽ കാണത്തില്ലെന്ന് പറയും. അങ്ങനെ ഇപ്പോഴെങ്കിലും ഇവൾക്ക് ഇത് കേട്ടപ്പോൾ സമാധാനം ചോദിക്കുമ്പം അവള് സീരിയസ് ആയിട്ട് പറഞ്ഞൊന്നല്ല, അവളുടെ നാണക്കേട് മാറ്റാൻ വേണ്ടി ചുമ്മാ ഇങ്ങനെ സംസാരിച്ചെന്ന് പറയും. അങ്ങനാണ് ഇനിയിപ്പോ നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടത്തില്ലെന്ന് അവളോട് വിഷമിച്ചൊക്കെ ചോദിക്കുമ്പോൾ അവൻ അങ്ങനെ തലയാട്ടിയിട്ട് ഇവളെ സേഫ് ആയിട്ട് പോകാൻ പറയും. അപ്പോഴാണ് അവള് പോകുമ്പം അവന് പുറയിരുന്ന് ഇവളെ പുറത്ത് കറങ്ങാനൊന്നും വിളിക്കത്തില്ല, പക്ഷെ ഇവളെ സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടി അവൻ എപ്പോഴും ആഗ്രഹിക്കും പറയും. അതിനുശേഷം ചാമൂഹി അവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് ഇവന് മഴയായിട്ട് അവൾ കുട കൊണ്ടോണെന്ന് ആലോചിച്ചോണ്ടിരിക്കും. പക്ഷെ ഇനി കണ്ടുമുട്ടത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് അവനും കൊണ്ടുപോകത്തില്ല. ഇതേ സമയം അവള് വിഷമിച്ച് ഒരു കുഴപ്പമില്ല കണ്ണടച്ചുറങ്ങിയ അടുത്ത ദിവസം ഈ ഫീലിങ്സ് എല്ലാം മറന്നുവെന്ന് പറഞ്ഞ് അവൾ തന്നെ സമാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിന്റെ അടുത്ത ദിവസം രാത്രി ഇവള് റെഡ് കാർപ്പറ്റ് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവളുടെ കൺമുമ്പിൽ ഡൊറാമി വന്ന് നിൽക്കും. അങ്ങനെ അത് കണ്ട് അവൾ വീണ്ടും പേടിച്ചു പോകുമ്പം പെട്ടെന്ന് ഇവൾ അഭിനയിച്ച ആ ക്യാരക്ടർ ഇവളുടെ കൺമുമ്പിൽ തന്നെ വന്ന് ഇവളെ പിടിച്ചങ്ങ് തള്ളിവിടും. അങ്ങനെ അതോടെ അവള് വലിയ ഹൈറ്റിൽ നിന്ന് വീഴുന്ന പോലെയൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് അവിടേക്ക് ഇരുന്ന ഒരു ആക്ടറാണ് ഇവളെ ഇങ്ങനെ പിടിച്ചിർത്തും. അതാണ് മറ്റേ ജപ്പാൻ ആക്ടർ ഹീറോ. അങ്ങനെ അവൻ ഇവൾ ഓക്കെ ആണെന്ന് ചോദിച്ചിട്ട് അവന്റെ കൈ കൊടുത്ത് ഇവരൊരുമിച്ച് അകത്തേക്ക് എറിച്ചില്ലും. ഇതേ സമയം ഹോജിനെ ആയിരിക്കും ഇവളെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചത്. അങ്ങനെ അതുകൊണ്ട് അവനും അവരായിട്ടൊക്കെ സംസാരിച്ചിട്ട് അവന് തന്നേക്കുന്ന റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം അവിടെ പുറത്താണ് ഇവൻ ചാമൂഹിയെ കണ്ടുമുട്ടും. അപ്പോഴാണ് അവളോട് ഒറ്റയ്ക്ക് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവൻ ഇവൾക്ക് ഇത് എന്ത് പറ്റിയും ചോദിക്കുമ്പം അവളാണെ കരഞ്ഞോണ്ട് അവൾക്ക് എന്ത് പറ്റിയെന്ന് അവൾക്ക് പോലും അറിയത്തില്ല, അവളിപ്പോ ഭ്രാന്ത് പിടിച്ച പോലെ ഇരിക്കുമെന്ന് പറഞ്ഞ് ഇവളുടെ ആഘോഷമൊക്കെ അവസാനിക്കാൻ പോകുന്ന ഇവനോട് പറയും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതിനേശം എന്തൊക്കെ സംഭവിക്കാമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം.